സാർ നരേന്ദ്രമോദിയെ കാണാൻ കാന്തപുരം പോയി. കാന്തപുരത്തിന് 94 വയസ്സുണ്ട്. പ്രായാധിക്യം ഏറെ ഇരിക്കുന്ന ഒരു മത ആചാര്യനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം മോദിയെ കാണാൻ പോയത് ചില സാമൂഹ്യ, വിദ്യാഭ്യാസം, ആരോഗ്യപരമായ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ നിമിഷപ്രിയയുടെ കാര്യത്തിനും അല്ല. അദ്ദേഹം പോയപ്പോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ ഒരു കാര്യം മണക്കുന്നുണ്ട്, ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത കാന്തപുരത്തെ അലട്ടുന്നുണ്ട്. അതൊന്ന് നരേന്ദ്രമോദി അജിത് ഡോവലുമായി പങ്കുവയ്ക്കാനാണ് കാന്തപുരം പോയത് എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കാന്തവും ലോഹവും തമ്മിൽ അടുക്കുന്ന പോലെയാണ് നമ്മൾ കണ്ടത്. ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടെ എന്തൊരു അടുപ്പം, ഇഴയടുപ്പം. കാന്തപുരത്തിന് നടക്കാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹം വീൽ ചെയറിലാണ്, ചക്ര കസേരയിലാണ് യാത്ര. മകനാണ് അദ്ദേഹത്തെ തള്ളിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹം നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കൈ കൊടുക്കുന്ന അവരുടെ രംഗമെന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതവും നമുക്കാകെ വിസ്മയകരവുമായിട്ടുള്ളൊരു ദൃശ്യമാണ്. കാന്തപുരം പോയി കാണുക, നമ്മളാരും പ്രതീക്ഷിച്ചില്ല. പിണറായി വിജയൻ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. BJP ഭരണത്തിൽ ഇസ്ലാം സുരക്ഷിതമല്ല എന്നുള്ള മുദ്രാവാക്യങ്ങളും ഘോഷയാത്രകളും നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യയിലൊരു വർഗീയ വിഭജനം ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന കക്ഷി CPM തന്നെയാണ്, ഇപ്പോഴും അപ്പോഴും. ഇവിടെ നമ്മൾ കണ്ടതെന്താ? കാന്തപുരം എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. അതൊക്കെ വലിയ അടിയായിപ്പോയി സതീശനടക്കം. അതെ, വലിയൊരു അടിയെന്ന് പറഞ്ഞാൽ ചെപ്പക്കുറ്റി കേട്ട അടിയായിപ്പോയി എന്നൊരു സംശയമില്ല. അതുപോലെ തന്നെ കാന്തപുരത്തിൻ്റെ അടുപ്പക്കാരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ എന്തൊരു ബന്ധമാണെന്നുള്ള മട്ടിൽ ചുമ്മാ തട്ടിപ്പ്. ഇയാൾക്ക് ഒരു വിശ്വാസവും ഇല്ലെന്ന് മാത്രമല്ല, മറ്റൊരാളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ പാടില്ലെന്നുള്ള തത്വം ലംഘിച്ചിട്ടുണ്ട് പണ്ട്. ഹസ്രത്ത് ബാൽ പള്ളിയിലെ ഒരു ശിരോരോമം അള്ളാഹുവിൻ്റെ വിശുദ്ധ നബിയുടെ വിശുദ്ധ നബി എന്നാണ് അവർ പറയുന്നത്. നമ്മൾ അതിനെ മുറിവേൽപ്പിക്കരുത്, വേദനപ്പെടുത്തരുത് ഒരിക്കലും. അതല്ല, അതെ, അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷെ ആ ഒരു സങ്കല്പത്തെ, മതത്തെ വ്രണമേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒന്നിനാ മുടിയെന്ന് പറഞ്ഞാൽ ബോഡി വേസ്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ നിങ്ങളുടെ ഭരണം മുഴുവനും വേസ്റ്റ് അല്ലേ? ഇപ്പം ജനങ്ങൾ വിധിയധികം നിങ്ങളുടെ ഭരണം വേസ്റ്റ് അല്ലേ, മുഴുവൻ വേസ്റ്റ് അല്ലേ? കോടതികളും എല്ലാം പറഞ്ഞു തുടങ്ങി, ഇനിയിപ്പോൾ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. പക്ഷെ ഞാൻ പറയുന്നത് ഭരണമൊക്കെ വേസ്റ്റ് ആണ്. പക്ഷേ പിണറായി വിജയൻ തന്നെ വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഈ സതീശന്റെ വർഗീയതയെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല സാർ. അത്രമാത്രം വർഗീയതയാണ് അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുഴുവൻ. ഒരു പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റുന്ന വാചകങ്ങളാണോ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നെഹ്റുവിയൻ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ആണെന്നും പറഞ്ഞാൽ നടക്കുന്നത്. സതീശ, ഇതൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. മുഖ്യമന്ത്രിയാകാൻ നമ്മൾ പറയുമല്ലോ, ഏത് കഴുതയുടെയും കാല് പിടിക്കാൻ ഒരു മടിയുമില്ല എന്ന് പറയുന്നത് പോലെ ജമാഅത്തെ ഒക്കെ ഇപ്പോ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ ഫോട്ടോ വെച്ച് സതീശൻ വീട്ടിൽ ആരാധിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അയ്യോ, പിന്നെ കാന്തപുരത്തിന്റെ ഫോട്ടോ ഉണ്ട് അവിടെ. കാന്തപുരത്തിന്റെ ഫോട്ടോ ഉണ്ടാക്കൂട്ടത്തിൽ അവിടെയാണ് ഉണ്ടായിരുന്നത്. മെനിങ്ങാന്നെടുത്ത് മാറ്റി, ഇന്നലെ എടുത്ത് മാറ്റി. അതുപോലെ തന്നെ പാണക്കാടിന്റെ ഫോട്ടോ ഉണ്ട്. അവിടെ പോയി നിരക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു ഖാസിയെ എടുത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാക്കി വെക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിലൊക്കെ ഏറ്റവും വലുതായിട്ടുള്ള ജമാഅത്തിന്റെ കാരയ്ക്കൽ മുഹമ്മദ് ഫാസി അല്ലേ, ആ മനുഷ്യന്റെ ഫോട്ടോ വീടിന്റെ ഐശ്വര്യം എന്നും പറഞ്ഞെടുത്ത് വെച്ച് 4 നേരം കൂട്ടമണിയോടെയും പ്രാർത്ഥന മുട്ടിപ്പായിട്ട് വോട്ട് കിട്ടണ്ടേന്നേ. അപ്പൊ ജയിച്ച് കയറി കളയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് മണിശങ്കർ അയ്യർ വന്നൊരു മണിയടിച്ചത്. അയ്യർ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതാരാ അങ്ങനെയൊക്കെ അതാരാ? അത് നമ്മളെ ചെന്നിത്തല പറയണത് ഇപ്പൊ നമ്മുടെ നേതാവ് മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, ദേശീയ നേതാവാണ്. അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞപ്പോ കോൺഗ്രസിന്റെ നേതാവല്ല. സത്യം വിളിച്ചു പറയുന്നവരാരും ഇവരുടെ നേതാക്കന്മാരല്ല. തരൂർ സത്യം വിളിച്ചു പറഞ്ഞപ്പോ ഇവർക്ക് തരൂരിനെ ചേർത്ത് പിടിക്കാൻ പ്രശ്നം. പിന്നെ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞപ്പോഴാണ് സതീശൻ തരൂരിനെ പോയി കാണുന്നു. ഈ നാടകങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോ സാർ കണ്ടായിരുന്നു, സാറിന്റെ വീട്ടിൽ കപ്പയൊക്കെ വേവിക്കുമ്പോ സൂക്ഷിച്ച് വേവിക്കണം. ഇനി ആ വഴിക്ക് വരാൻ സാധ്യതയില്ല, കാരണം ആലപ്പുഴയിലാണ് കിടന്ന് കറങ്ങുന്നത്. ആലപ്പുഴയിലെ വീടുകൾ ചോറ് കയറി ഇറങ്ങുന്നത്. കപ്പയും മീനും എവിടെ? ഇനി കപ്പ വെട്ടിക്കൊണ്ടിരുന്ന KC എന്നെ മുറിച്ച് അടുപ്പിൽ വെക്കും. മീന് വേണമെങ്കിൽ മറ്റേ അറുത്ത് കൊടുക്കും. അങ്ങനെ
മൊത്തത്തിൽ കേസ് ഇപ്പൊ അടുക്കള നിരങ്ങുന്ന തിരക്കിലാണ്. മീൻ എന്നുള്ളത് അതിന് ഇന്ന മീൻ എന്ന് പറയാം, തിരുതാക്കറി കെ.വി. തോമസിന് സോണിയാഗാന്ധി കൊടുത്തത്. അതുപോലെ പിന്നെ നെയ്മീൻ നിർബന്ധമാണ് പിണറായിക്ക്. അങ്ങനെ വല്ല ചോയ്സുകൊണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ലാന്നാണ് തോന്നുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വരാലായിരിക്കും കുറച്ചുകൂടി. വരാലായിരിക്കും, അതെ, നല്ല പെട്ടയ്ക്കുന്ന വരാലായിരിക്കും അവർ നോക്കുന്നത്. അടുത്ത് തോറ്റാല് ക്ഷീണം മാറാൻ വരാല് നല്ലതാ. ബ്രാൽ എന്ന് പറയുന്ന വരാൽ അല്ലേ? വരാലിന്റെ കറി വെക്കാൻ ഞാൻ വിളിച്ചു പറയാം. എന്തായാലും ശരി, നമ്മളങ്ങോട്ട് വരില്ല സാർ. ഇത് ആലപ്പുഴ ഭാഗത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. ആണല്ലോ. എന്തിനാന്നറിയാമോ? ആലപ്പുഴയാണ് വേസി വേണുഗോപാലിന്റെ തട്ടകം. അവനെങ്ങോണം പണ്ടാരടകം മുഖ്യമന്ത്രിയായി പോയെങ്കിലോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന പണിയാ. എന്നെ ആക്കണേ 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 എന്നും പറഞ്ഞു സതീശ് പാലക്കാട് നിരങ്ങുമ്പോ ഞാൻ അടുക്കള നിരങ്ങുന്നത് കണ്ടോ എന്നും പറഞ്ഞുള്ള ഒരു പോക്കാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാന്തപുരത്തിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സതീശനോട് ഞാനൊരു കാര്യം പറയട്ടെ. അദ്ദേഹം വലിയ ഇടതുപക്ഷ സെക്യുലർ ലെഫ്റ്റിസ്റ്റ് സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആളിനോട് നെഹ്റു ബില്ല് കൊണ്ടുവന്നല്ലോ, ഹിന്ദു കോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞ യഥാർത്ഥ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്ന ആൾ പറഞ്ഞത് എന്തെന്നറിയാമോ? ബഹുമാനപ്പെട്ട നെഹ്റു, താങ്കൾ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ മതങ്ങളുടെയും ചേർന്ന ഒരു യൂണിഫോം സിവിൽ കോഡാണ് കൊണ്ടുവരേണ്ടത്. അന്നായിരുന്നെങ്കിൽ നടന്നേന്. കാരണം ന്യൂനപക്ഷങ്ങളുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു, ഈസി ആയിട്ട് നടന്നേന്. ഇന്നിപ്പോൾ അത് നടക്കുകയല്ല. ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മള് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സുരക്ഷ, ജനങ്ങളുടെ കാഴ്ചപ്പാട്, അവരുടെ മുന്നോട്ടുള്ള വികസനം, പുരോഗതി, ഇതൊക്കെയല്ലേ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരാളുടെ ചിന്ത എന്ന് പറയുന്നത്. എന്ന് പറയുന്നവർ അതാണ് ചെയ്യേണ്ടത്. മതേതരത്വം എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട എല്ലാ മതങ്ങളെയും തുല്യമായിട്ട് വെച്ചുകൊണ്ട് അന്ന് മൊറാർജി ദേശായി എന്താണെന്ന് പറയുന്നത് അറിയാം. കോൺഗ്രസ്സുകാരൻ്റെ മുതിർന്ന നേതാവാണ്. നിങ്ങളിനി ഇവിടെ ഇന്ത്യയിൽ ഹിന്ദു വിരുദ്ധമായിട്ട് ഈ ബില്ല് കൊണ്ടുവന്നിട്ട് അത് പാസ്സാക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഹിന്ദുക്കളെ സംഘടിച്ച് പ്രക്ഷോഭം നടത്തും. പേടിയായിരുന്നു നെഹ്റുവിന്. അതിനെക്കുറിച്ച് വലിയ പേടിയോടുകൂടിയാണ് അദ്ദേഹം ശേഷകാലം ഭരിച്ചത്. അതുപോലത്തെ ഒരു എന്തിനു വേണ്ടി അത് ചെയ്തത്? പ്രീണനം, മതപ്രീണനത്തിന് വേണ്ടി. അല്ലാതെ ഒരു മതത്തിൻ്റെ നന്മയ്ക്കല്ല, മതത്തിന് ദോഷം ചെയ്യുന്ന കാര്യമാണ്. പുരോഗമനപരമായി ഒന്നും പറ്റാത്ത ഒരു കാര്യത്തിലേക്ക് നയിക്കുന്ന മുത്തലാഖ്, അതുപോലെ തന്നെ നേരത്തെയുള്ള പെൺകുട്ടികളുടെ വിവാഹം, ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന ഒന്നാണ്. അതിനെ സാധൂകരിക്കുകയും ഹിന്ദുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബില്ലാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പം വരുമ്പോൾ എല്ലാവർക്കും കൂടെ ചേർന്നുള്ള യൂണിഫോം സിവിൽ കോഡ് ഇന്നും വരാത്തതിൻ്റെ കുഴപ്പം ഈ രാജ്യം അനുഭവിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വർഗീയത എന്ന് പറയുന്നത്. ആ വർഗീയത നിലനിൽക്കുമ്പോൾ ആ വർഗീയതയുടെ ആളാണ് താനെന്നാണ് വാസ്തവത്തിൽ ആര് പറയുന്നത്? വി.ഡി. സതീശൻ. അവരുടെ മതേതരത്വം എന്ന് പറയുന്നത് വർഗീയതയാണ്. അവരുടെ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധതയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിനിയിപ്പോൾ കാന്തപുരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാന്തപുരം അവിടെ ചെന്ന് ചില രഹസ്യങ്ങൾ അജിത് ഡോവലിനെ അറിയിച്ചു. അതുകൊണ്ടാണ് അജിത് ഡോവൽ അവിടെ വന്നത്. വെറുതെ അല്ല. എന്താണെന്ന് അറിയാമോ? അതാണ് അതിൻ്റെ ഗുട്ടൻസ്, അതിൻ്റെ ട്വിസ്റ്റ്. പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും അതിൻ്റെ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ താക്കോൽ. അവിടെ അസീം മുനീറിന് ആണവ ബോംബിൻ്റെ താക്കോൽ കൊടുത്തതുപോലെ അതിൻ്റെ ബട്ടൺ അമർത്താനുള്ള അധികാരം കൊടുത്തതുപോലുള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് മിക്കവാറും വി.ഡി. സതീശൻ്റെ പോക്ക് കണ്ടിട്ട് അയാൾ ജയിക്കാൻ പോകുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് വലിയ അപകടം ഉണ്ടാക്കും. കേരളം കാശ്മീരിനേക്കാളിലും ഭീകരതയുടെ താഴ്വരയായിട്ട് മാറും എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് കുറച്ചൊക്കെ വിവരമുള്ള, അതുപോലെ തന്നെ ഇന്ത്യ എന്ന രാജ്യം ഒന്നായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് തൊട്ടു മുമ്പ് നടന്ന കാസർഗോഡ് നടന്ന സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും വേണ്ട, ഈ രാജ്യത്ത് മുസ്ലിങ്ങളായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം മതി എന്ന് പറഞ്ഞു. അദ്ദേഹം അതിൽ തൃപ്തനാണ്. ഇപ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി വന്നു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും സമസ്ത ആയാലും ഒക്കെ തൃപ്തരാണ്. ആരായാലും അവർ തൃപ്തരാണ്. തൃപ്തരല്ലാത്തവരാണ് വി.ഡി. സതീശൻ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ തൃപ്തരാണ്. പക്ഷെ വി.ഡിക്ക് തൃപ്തിയില്ല. വി.ഡി. സതീശൻ പറയുന്നത് ഇവരാരും തൃപ്തരല്ല, ഇവരൊക്കെ അസ്വസ്ഥരാണ്. ഇതാണ് വി.ഡിയുടെ പക്ഷം എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനോട് തുടക്കത്തിലൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു സാർ. ഈ അടുത്ത കാലത്തായിട്ട് അധികാരത്തിന് വേണ്ടി ഇത്രയും നാണം കെട്ട
സംസാരം സംസാരിക്കുന്ന ഇത്രയും നാണം കെട്ട രീതിയിൽ പെരുമാറുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിൻ്റെ സത്യം. തീർച്ചയായിട്ടും അതിന് ബദലായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം കോൺഗ്രസിനകത്ത്. അതുകൊണ്ടാണ് NSS ഇദ്ദേഹത്തെ എതിർക്കുന്നത്. NSS എതിർക്കുന്നുണ്ട്, പറയുന്നുണ്ട്. കോൺഗ്രസിനോട് ഞങ്ങൾക്ക് അകലെ BD സതീശനോട് മാത്രമാണ്. വെള്ളാപ്പള്ളി ഇദ്ദേഹത്തെ എതിർക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് കോൺഗ്രസിനോട് പ്രശ്നമില്ല. നായർ ഈഴവ ഐക്യം ഉണ്ടായില്ലെങ്കിലും ഇയാളെ തോൽപ്പിക്കുക എന്നുള്ളത് ഈ കേരളത്തിൽ മതേതരത്വം നിലനിൽക്കണമെങ്കിൽ BD സതീശൻ KC ഇത്രയും വർഗീയത ഇല്ലെന്ന് തോന്നുന്നു. KC വേണുഗോപാൽ ഇത്രയും വർഗീയത ഇല്ലാന്ന് ഇല്ലില്ല. അദ്ദേഹത്തിന് വർഗീയത അല്ല, അദ്ദേഹത്തിന് ഒരു തെമ്മാടി എന്നാണ് മണിശങ്കർ റൗഡി. അതെ അല്ലേ, അതാണ് വിശേഷിപ്പിച്ചത്. സർദാർ വല്ലഭായ് പട്ടേൽ ഇരുന്ന കസേരയിൽ ഇപ്പോ ഇരിക്കുന്ന റൗഡി എന്നാണ് വിചാരിച്ചത്. എന്തായാലും സതീശന്റെ മോഹങ്ങളൊക്കെ അസ്തമിക്കുമായിരിക്കാം കാന്തപുരം ഡോവലിനെ കണ്ടതിന് പിന്നിൽ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കാന്തപുരത്തിന്റെ ആഗ്രഹം സഫലമാകട്ടെ. അതിന് വേണ്ടത് മോദി ചെയ്തു വെച്ചോളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.